എല്ലാം നേടിയെന്ന് കരുതി നീ സന്തോഷിക്കണ്ട. വിഷമിക്കണ്ട. അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി, എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവൂ. ആ ബാധയെ തളച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. താളിയോല മന്ത്രങ്ങൾ മടക്കി വച്ചതാണ്. ബാധകളെ തളച്ചും ഒഴിപ്പിച്ചും കാലങ്ങൾ നീണ്ടു. ആയുസിന്റെ കണക്കിൽ ബ്രഹ്മാവിന് പോലും കൈപ്പിഴ പറ്റി. ഇനി നമുക്ക് മരിക്കണം. ഏഴുമലൈ ചാത്ത, എനിക്ക് ശക്തി പകരൂ. ഇനി ഒരു ശക്തിക്കും ഈ രക്ഷയെ മറികടക്കാൻ സാധിക്കില്ല. ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ ഈ ശക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? കൊള്ളാം. ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യം. എനിക്ക് നിന്നെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. നീ എന്നോളം വളരണമെങ്കിൽ അടുത്ത പൗർണമിയിൽ ഏഴുമലൈ ചാത്തിന് ഒരു നരബലി നടത്തണം. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിച്ചാൽ നിന്നോടൊപ്പം ചാത്തന്റെ സാന്നിധ്യം സുനിശ്ചിതം. ധൈര്യമായിരിക്കും, നിനക്കത് സാധിക്കും. അന്ന് എന്റെ പിൻഗാമി നീയായിരിക്കും. എന്റെ എല്ലാ കർമ്മഫലങ്ങളും നീ ഏറ്റുവാങ്ങണം. അതോടെ എനിക്ക് മോക്ഷം കിട്ടും. നിന്റെ മാർഗം ഉപയോഗിച്ച് എന്റെ ലക്ഷ്യത്തെ തകർക്കാൻ ശ്രമിക്കരുത്. പ്രതീക്ഷിച്ചു, നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചു. ശ്രമിച്ചാൽ 7 തലമുറയോളം നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്നെ ശാസിക്കുന്നു, നശിപ്പിക്കുന്നു. ഇല്ല, നിനക്കതിന് കഴിയില്ല.
മന്ത്രങ്ങൾക്കും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ സ്വയം ഉരുകി ഞാൻ മണ്ണിൽ ലയിച്ചോളാം. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഞാൻ ഇനിയും വരും. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല, ഈ നാറി. ഓ നാരി എവിടെടാ കിട്ടുവോ? ഓ, എന്റെ വല്ലപേട്ട നാരിയല്ല, നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? ആ, അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ പേടിച്ചോ പേടിച്ചോ. അതെന്താ കുളിര് കുറെ ചക്കിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. ഒഞ്ഞി പോടാ. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരാ, അനാവശ്യം പറഞ്ഞോളൂ. ഇട്ടിട്ടില്ല. ലൈസൻസ് എടുക്കടാ. എടുക്ക്, പോലീസിന്റെ എടുക്ക്. ലൈസൻസ്. മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്കും ഞാൻ കേട്ടാ. എടാ പച്ചക്കുതിര. എന്താ? എന്ത്? നിന്റെ അയ്യോ 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 എന്നെ നിവർത്തി നിർത്ത്. ഒരു കാര്യം ചോദിക്കാനാ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്ന? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി. ഇടിച്ചത് മുതുവത്താണെങ്കിലും കൊണ്ടതിന്റെ കൂമ്പിലാ. മാറിക്കട. ഇങ്ങോട്ടാ ഈ വടിയന്തിരടാ പാമ്പിനെ കൊല്ലാ. മാറിക്കട. ചെല്ലി. ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഇനി ഇടിക്കരുത്. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഇത് നമ്മുടെ നമ്പറാണല്ലോ. അതേലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്പർ എന്നാലും തമാശ, ഈ നമ്പർ നിനക്ക് നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? സമയത്ത് ഓർമ്മ വരണ്ടേ? ഏതാടാ ഒരു മഞ്ഞ ആപ്സാരി? പടക്കോണെന്നാ തോന്നാ കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ. അതിപ്പോ ഇന്ന് മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റ്. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഏയ് ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലറല്ലേ, പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ. ഞാനിവളെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. കേട്ട പോലെ പുലിവാലായാല. എന്തു പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. ആ കേൾക്കും. ആ വണ്ടിയുടെ പുറകിലേക്ക് കേൾക്കും. ആ ശരി, ഓക്കെ. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും. ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ.
വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. വേഗത്തേക്കോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? പാലേന്ന് വാങ്ങിച്ചോണ്ടാ. എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷമായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണു തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണല്ലോ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്നു ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലും തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താ ആശാനെ കഴിഞ്ഞ എന്നാ ഞാൻ കേട്ടെ. ആശാനെ വേർതിരിക്കണത് ഫാനില്ലല്ല. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ലേ ആശാനെ, കാശ് വല്ലതും കൊടുക്കണം. അയ്യോ, ഫ്രീ ആണ്. അയ്യോ, എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. ഇങ്ങനെ കലക്കും.